അച്ഛൻ എവിടായിരുന്നു? പറങ്ങോട്ടില്ലത്തി ഇന്ന് തിരക്കാ വേഗം. പറങ്ങോട്ടോ? ഒന്നും അറിയില്ല അല്ലേ? അത് മുത്തശ്ശന്റെ കാലം തൊട്ട് പറങ്ങോട്ടില്ലത്തുകാരാ വിരാജിത പൂജയ്ക്ക് തന്ത്രികള്. ഓ, പൂജ മുടങ്ങിയ പിന്നെ ബന്ധങ്ങൾ അറ്റു, ആരും ഇങ്ങോട്ട് വരാണ്ടായില്ലേ. ഇപ്പൊ വിരാജത്തിന്റെ 10ാം നാള് സമൃദ്ധം ഓതാൻ പറങ്ങോട്ടില്ലത്തുകാര് തന്നെ വേണോന്നാ പ്രശ്നത്തിൽ കണ്ടേ. ഓ, അതുകൊണ്ട് വടക്കേക്കരെ ചെന്ന് തിരക്കാ വേഗം. വേദം പഠിച്ച പുതിയ തലമുറക്കാരാരാച്ചാ വരാൻ പറയാ. ഉടനെ എത്തിക്കാം. എന്നാ പൊക്കോളാ. വാ. താനോടെ നിക്ക. ഓ, തന്നോടല്ല, പോക വേഗം. ഓ, കോളേജ് ഫീസ് ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിന്റെ അച്ഛനെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. നീ കുറച്ചുനാൾ ലീവ് എടുത്താലോന്ന് നിരീക്ക ഞാൻ. അത് പരീക്ഷ അടുത്തിരിക്കുക. വേണ്ട, പഠിപ്പ് മുടക്കണ്ട. ഒരു കാര്യം ചെയ്യാ, ഓ വിമാനത്താവളം വരെ ഒന്ന് പോക. യശോധരാദേവി വരുന്നുണ്ട്. അറിയോ ആരാന്ന്? ഇല്ല. എന്റെ ഓപ്പോളുടെ ചെറുമോളാ. ഓ, യൂണിസെഫിൽ വലിയ ഓഫീസർ. അവള് ബാംഗ്ലൂരിനാ പറഞ്ഞേ. അവളുടെ കൂടെ ആങ്ങള ശങ്കരന്റെ മകളും ഉണ്ടാവും, ഗായത്രി. ടാക്സിയിൽ കൂട്ടി വരിക. ഓ, 1 2 മോനെ മനു, കാശടിക്കാൻ വരുന്ന വരവാ. അച്ഛനല്ലേടാ? പിടിക്കല്ല, വേണ്ട, ഞാനാ പറയണം. വേണ്ട, കുട്ട കിട്ടാന്നൊക്കെ വിളിക്കണേ എന്താണെന്ന് എനിക്കറിയാം. നോക്കിക്കേ, ഒരര മതി. എയർപോർട്ടിലെ നല്ല ബെസ്റ്റ് സാധനം വിമതൻ. ഓ, വിപതം മേടിച്ചപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പോക്കറ്റിൽ നിന്നാ പോയത് 58 രൂപ. അറിയോ? എന്റെ കുട്ടാ, ഈ പണ്ടാര പൂജ കഴിയുന്നവരൊന്ന് പിടിച്ചു നിൽക്കാനാ ഒരു ഉറപ്പിന്. വന്നടാ അടുത്ത വെടുക്കെട്ടുകൾ. എന്താ പ്രശ്നം? വളരെ സിമ്പിളാ. ഇയാൾക്ക് മതവിളകി. മതം തുമാരാ മാംകോ തേതോ. അയ്യോ, നിർത്ത്. കാര്യം എന്താന്ന് വെച്ചാ പറ. എവിടെ എന്റെ ഉടപ്പറന്നോളാ. ഈ കോന്തൻ ആരാണെന്ന് അറിയാമോ? ആരാ? ഇവിടെ കെട്ടിയോ? അങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കും. അബദ്ധം പറ്റി. ഈ അലക്കുകാരനോട് ഒളിച്ചോടി പോയ എന്റെ ഉടപ്പറന്നോൾക്ക് അബദ്ധം പറ്റി. അലക്കാരനോട് ഒളിച്ചോടി പോയതുകൊണ്ട് തമ്പുരാട്ടി ഇപ്പൊ തേച്ച് മിനിക്കുന്നത് പോലെ ഇരിക്കുന്നു. എടാ, ഞാൻ ആരാണെന്ന് അറിയാമോ? ബോംബെയില് ബോംബെ കരിക്കും പറ്റി തട്ടി മുട്ടി ഈ പടിപ്പരയിൽ കയറി വന്ന് വീട്ടുകലഹമാ. വല്യത്ത, എന്റെ മനയിൽ തുണി അലക്കി വെളുപ്പിച്ച് കറങ്ങി നടന്ന് എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയനെ ഇവൻ. പിന്നെ ഇന്ന് ആദ്യമായിട്ടാ ഇവനെ ഞാൻ കാണുന്നത്. ഇവൻ ഈ പഠിപ്പരക്കകത്ത് കയറ്റരുത്. അധികം ആരും ഇങ്ങോട്ട് വളമണ്ട. ഈ കോലത്ത് വന്ന് കയറാൻ തനിക്കെന്താണോ അവകാശം? ഇവിടുത്തെ പെണ്ണിനെ കെട്ടിയത് ഒഴികെ പൂജയാ പ്രധാനം. ഒന്നൊഴിയാതെല്ലാരും എന്ന വിധിക്രമം നിറവേറ്റാൻ ക്ഷമിക്കുക. ഇപ്പൊ ഞാൻ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം, ഇല്ലാച്ച തളർത്തും. കടന്നു പോകത്തേക്ക്. ചൂട് 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 തുടങ്ങിപ്പോയി ചൂട്. ആരയുടെ ആവശ്യം ഇപ്പൊ മനസ്സിലായോ നിനക്ക്? എയർപോർട്ടിലേക്ക് പോണ വഴിക്കാ പറങ്ങോട്ടില്ല. അവിടെ കയറി വേദം പഠിച്ചവരാരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കും. ഇതൊക്കെ അച്ഛനായിക്കൂടെ? എല്ലാം വെച്ച് മടക്കി ഇങ്ങോട്ട് തെറ്റിയാ മതിയല്ലോ. അച്ഛന് വേണ്ടി ഒന്നും നെരുങ്ങടാ മോനെ. വേണ്ട വേണ്ട. ഇല്ലത്തിന്റെ പേരെന്തോന്നാ പറഞ്ഞ? പറങ്ങോട്ടില്ലം. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? അതെ, ഒരു വിവരം അറിയാനുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ? പ്രശ്നം വെച്ച് നോക്കിയപ്പോ 7ാം നാള് സമൃദ്ധം ഓതാൻ പറങ്ങോട്ടിലെത്തുന്ന ആള് വരണമെന്ന് കണ്ടിരിക്കണു. ഇവിടെ വന്ന് തിരക്കാൻ പറഞ്ഞു. അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ? ഇന്നല്ലേ നാളെന്ന് പറഞ്ഞിരിക്കുക. ഏത് നേരവും പിച്ചുമ്പയും പറിച്ചില്ല. ആൾക്കാരെ കണ്ടാ ഭയക്കും, പിന്നെ വിളിച്ചു കൂവലായി. വേറെ ആരെങ്കിലും ഇല്ലെത്തുന്ന? ഇല്ലത്തിപ്പ അങ്ങനെ ആരുമില്ല. ആഹാ, ഇന്നലത്തെ ബെസ്റ്റ് പോളിംഗ്. എങ്ങനെയുണ്ട് കോലത്തെത്തി തമ്പുരാട്ടിമാര്? വല്ലതും നടക്കൂ? ചെന്ന് നോക്ക്, അപ്പൊ കാണാം. എയർപോർട്ടിലെ തമ്പുരാട്ടിയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മോ, അത്രയ്ക്ക് അടിപൊളിയാ?
അടിപൊളിയാന്നോ എന്റെ അമ്മേ. ഇങ്ങനെയുണ്ട് തമ്പുരാട്ടിമാര്? കാണുമായിരിക്കും. തമ്പുരാട്ടിമാരല്ലേ? അത് പോട്ടെ, ഒരെണ്ണം പിടിപ്പിക്കുന്നോ? വേണ്ട, ഒരിറക്ക്. ആഹാ, പിള്ളേരെ പഠിപ്പിക്കാൻ നടക്ക. അപ്പച്ചിയുടെ മോനല്ലേ ചേട്ടനല്ലേ എന്നൊക്കെ വിചാരിച്ച് കാണാൻ വരുമ്പോ ഇങ്ങനെ. എടാ, നിന്റെ ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും ഈ Y2K പ്രോജക്റ്റും സ്റ്റേറ്റ്സ് എന്ന അംബീഷനും ഒക്കെ കൊള്ളാം, നല്ലതാണ്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഇവനും അല്ലറ ചില്ലറ വളക്കലും തിരിക്കലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലടാ ലൈഫ് ഒരു ത്രില്ലാവുള്ളൂ. ലൈഫ്. അപ്പൊ ഇതൊക്കെയാണ് ഡോക്ടർ സാറിന്റെ പാരാസൈക്കോളജി റിസർച്ച്. റിസർച്ച് തേങ്ങാക്കൊല. എടാ, ഈ ഡോക്ടർ സത്യനാഥൻ പാരാസൈക്കോളജി പഠിച്ചത് അതിന്റെ ഒരു ത്രില്ല് കൊണ്ടാ. അല്ലാതെ ഇന്നത്തെ കാലത്ത് അത് വെച്ച് പച്ച പിടിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ, പിന്നെ അച്ഛനായിട്ട് ഓരോന്നും ഉണ്ടാക്കിയിട്ടിരിക്കുന്നോണ്ട് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതുപോട്ടെ, കോലത്ത് വന്ന വല്ലതും നടക്കൂ? എന്റെ അമ്മേ, ഇയാൾക്ക് ഇത് മാത്രം പറയാനുള്ളോ? വേറെന്ത് പറയാൻ? നീ പറ, നല്ല നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറ. എന്നാലും എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പോണു. അച്ഛൻ ഇതേപോലെ ഒരു അരയും പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കാവൂ. മനുകുട്ടാ, പോകാതെ നീ വന്ന കാര്യം പറ. ഇന്നും ഞാൻ ആ സ്വപ്നം കണ്ടു. അതേ സ്വപ്ന? സെയിം. മുടി അഴിച്ചിട്ട് മുമ്പേ നടന്നു പോണ പെണ്ണ്, പിന്നെ കുറെ മുടിയുള്ള അയാള്. നീ വളരെ സൂക്ഷിക്കണം. ഏതോ ഒരു പെണ്ണ് നിന്നെ ശരിക്ക് വളയ്ക്കുന്നുണ്ട്. എന്നിട്ട് എവിടെയാ അവള്? ആ, അപ്പൊ പൂതിയുണ്ടല്ലേ? അമ്മ പറയണത് അമ്പലത്തിൽ പോയി മുട്ടുടയ്ക്കാനാ. മുട്ടുടയ്ക്കാനോ? ഇത് മുട്ടുടച്ചാലൊന്നും തീരില്ല മോനെ. റെക്കറിംഗ് ഡ്രീംസ് ആർ സംടൈംസ് പേഴ്സണൽ മിത്സ്. പക്ഷേ നിനക്കങ്ങനെ വറീസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ചിലപ്പോ ഒരു ടെലിപ്പതിക് സ്ട്രാൻഡ് ആവും. യു ആർ ഗെറ്റിംഗ് ആൻ ആസ്ട്രൽ സിഗ്നൽ ഫ്രം. തുടങ്ങി ഒരു ടെലിപ്പതിക് സ്റ്റാൻഡും ആസ്ട്രൽ സിഗ്നലും. ചേട്ടൻ വെറുതെ പുളു അടിക്കല്ലേ? പുളുവാ? എടാ, പാരാസൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ പഠിച്ച കള്ളന്മാരെന്ന നിന്റെ വിചാരം അല്ലേ? എന്നാൽ ഈ ഞാൻ ഡോക്ടർ സത്യനാഥ് പറയുന്നു, ഒരു ഇടിവെട്ട് പെണ്ണ് നിന്നെ കൊളുത്തു. അല്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ, യശോധരാദേവി. ഇവിടെ ഒരാള് ജീവിച്ചിരിക്കുന്ന കാര്യം മറന്നുവല്ലേ? സമയക്കുറവുണ്ടല്ലേ വല്യത്ത? എന്നിട്ട് ഇപ്പൊ എങ്ങനെ എത്തി? മനസ്സുണ്ടാവണം, എങ്കിലേ സമയം ഉണ്ടാവൂ. ഭവാനി അല്ലേ ഇത്? ദേവേനി? കുട്ടികളിത് എത്രയാ? എവിടെ കൂടെ ഉണ്ടാവും പറഞ്ഞ വേറൊരാള്? ഗായത്രിയോ? അവളുടെ കാര്യം ഒന്നും പറയണ്ട. എന്റെ കൂടെ വരായിരുന്നതാ. ഇന്നലെ ഉണ്ട് വിളിച്ചു പറയണു ഫ്രണ്ടിന്റെ കൂടെ ട്രെയിനിലേ വരണുള്ളൂന്ന്. ട്രെയിനില് വരികച്ചാ വഴി അറിയോ ഇവിടേക്ക് എത്താൻ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ തീരുമാനങ്ങള്. ഇനിയിപ്പോ സ്റ്റേഷനിൽ പോയി കൂട്ടിയിട്ട് വരന്നെ. ഉണ്ണിനീലിയോപ്പോളുടെ പിണ്ടാടി യന്ത്രത്തിന് കണ്ട ഓർമ്മയുള്ളൂ ഗായത്രിയെ കൈക്കുഞ്ഞായിട്ട്. അയ്യോ, ഇപ്പൊ അവളെ ഒന്ന് കാണാ. വല്യത്തൻ വാ പൊളിച്ചിരുന്നു പോവും. ഇവിടെ എന്നെക്കാളും വലിയ പ്രേതങ്ങളോ? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഇത് ചത്തിട്ട് 100 വർഷമായെന്നാ തോന്നുന്നത്. ഉള്ളതാവട്ടെ. എന്റെ ദൈവമേ, എന്തുമാത്രം വിളക്കുകളും പാത്രങ്ങളും. അയ്യോ, വിളക്കുകള് 1 2 3 4 5 6. ആരാ? ആരാ? ആരായിരുന്നോ? എടുപ്പിച്ചടച്ചല്ലോ. ഒന്നുകൂട്ടി കുറുപ്പ്. എന്താണ് കുറുപ്പ് രാത്രി വന്ന് ആളെ പേടിപ്പിക്കുന്നേ? ഇവിടുത്തെ കുഞ്ചുണ്ണി അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു വിട്ടതാ. ഗായത്രി കുട്ടി വന്ന ട്രെയിൻ പാളം തെറ്റി. വല്യത്ത, ഗായത്രി കുട്ടിക്ക് കേട്ടു. ദുർനിമിത്ത, ഞാൻ പ്രതീക്ഷിച്ച പോലെ. നിങ്ങൾ എല്ലായിടത്തും പോയി തിരക്കോ? തിരക്കി ഒരു വിവരമില്ല. ഇനി ഈ ട്രെയിനിൽ തന്നെ കയറി കാണൂ. ഫസ്റ്റ് ക്ലാസ് കൺഫേം ടിക്കറ്റ് ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞിരുന്നത്. കുട്ടിയുടെ അച്ഛൻ ശങ്കരനെ വിവരം അറിയിച്ചാലോ? സമയം കളയണ്ട. എന്താ? അവളുടെ അമ്മ എവിടെയുണ്ട്? ബോംബെയില്. നിങ്ങൾ ആക്സിഡന്റ് സൈറ്റിൽ പോയി നോക്കിയോ? നോക്കി.
ചിലരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം. എനിക്ക് പോണം. ഇങ്ങനെ ഒരു വിവരമില്ലെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്റെ ഈശ്വര, മിഴിച്ചു നിൽക്കാതെ ആരെങ്കിലും എന്റെ കൂടെ വരിക. വേണ്ട, ആരും എങ്ങടും പോണ്ട. 1.5 നാഴിക കാലഹോരാധിപൻ വ്യാഴം ശനിയുടെ 8-ാം ഇതില്. കണ്ടോ? എല്ലാവരും പിരിയ, ഞാനൊന്ന് സ്ഫുടം ചെയ്തു നോക്കാം. കുട്ടിമാണിക്ക് ഇത്ര കോപം. വാതിലും ജനലും ഒക്കെ കൊട്ടിയടയ്ക്ക. എന്ത് ശബ്ദം കേട്ടാലും തുറക്കരുത്. ആരാ ഈ കുട്ടിമാണി? ഞാൻ പറഞ്ഞിട്ടില്ലേ, മരിച്ചുപോയ കുട്ടിമാണി. കുട്ടിമാണിയുടെ കളിന്ന് അവലിയെത്താൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലേ? ഒന്നാളെന്നതല്ലേ ആ കുട്ടിയെ. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. വല്യത്താൻ പറഞ്ഞത് കേട്ടില്ലേ? പൂജ അടുത്ത് വന്നപ്പോ കുട്ടിമാണി ഇറങ്ങിയിട്ടുണ്ട്. പപ്പൻ ചേട്ടൻ ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഉണ്ടോന്നോ? ദേ കണ്ടില്ലേ രക്ഷ കെട്ടിയിരിക്കണത്? ഇനിയുണ്ട്. അയ്യോ കണ്ട. ആ, ഇവിടെ അറപ്പുരയിലും ആട്ടുകെട്ടിലും നിലവറയിലും ഒക്കെ കുട്ടിമാണി വന്ന് ഇരുന്നിട്ട് പോവാറുണ്ട് അത്രേ. അയ്യോ, എന്താ പപ്പേട്ടാ? മനക്കുട്ട, എനിക്കൊരു നെഞ്ചെടുത്ത് എന്നെ അടുക്കള വരെ ഒന്നും ഉണ്ടാക്കുവോ? ചേട്ടൻ പേടിക്കാതെ ധൈര്യമായിട്ട് പോ. ധൈര്യമായിട്ട് പോവാൻ. കുട്ടിമാണി, ഞാനാ പോന്നെങ്കി പോകില്ല. എന്നെ തഴയരുത്. ഭവാനി ഞാൻ എത്തി. ഗായത്രി, നീ എന്റെ കുട്ടിയെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. അവിടെ എല്ലാരും കാത്തിരിക്കുക. വാ. അയ്യോ, എന്റെ ബാഗ് പുറത്ത്. അതൊക്കെ ഞാൻ എടുത്തിട്ട് വരാം. എന്താ ഫീസ് പോയോ? ഇത് ഗോപിച്ചെട്ടി പോലീസ് കുഞ്ചുണ്ണി മാമനും ഭവാനി അമ്മായും. ആരാ? അയ്യോ, നളിനി മാമി അടിച്ചു മാറ്റിയ ഗോവിന്ദേട്ടൻ. അയ്യോ, ഇതാണ് ബോംബെ വാല. ബോംബെ വാല ശേഖരമാവനും ദേവേനാന്റി. അതിന് കുട്ടി ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, പിന്നെ പക്ഷെ എനിക്കറിയാം. 8 മാസം പ്രായമുള്ളപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളതല്ലേ. അത് 8-ാം മാസത്തില്ലേ? ഇപ്പൊ പിന്നെ എങ്ങനെ മനസ്സിലായി? ജഗ ജില്ലയാണല്ലേ? ഓ ലോക ജഗജില്ലി. എന്താ സംശയമുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ നിന്ന് കിട്ടി വായിന്ദ്ര ഇത്ര വർത്തമാനം? അതെ, ട്രെയിനില് പേടിച്ചോയോ? ബോംബ് പൊട്ടിയപ്പോ കരുതി എല്ലാം കഴിഞ്ഞൊന്ന്. പിന്നെ ഒരു പോറല് പോലും ഇല്ലെന്ന് കണ്ടപ്പോ പെട്ടെന്നൊരു ഐഡിയ തോന്നി. ഇനി മുതൽ അടിച്ചു പൊളിച്ച് ജീവിക്കാന്ന്. ഷോ, ഞാൻ ഭയങ്കര വാചകമായിപ്പോയില്ലേ? അയ്യോ, അതാരാ? അയ്യോ, പോവാതെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഗായത്രി. ഫീസ് പോയിട്ടൊന്നുമില്ലല്ലോ. ഒടുവിലെത്തി അല്ലേ? വല്യത്താൻ
എന്നെ ഓർമ്മയുണ്ട് വല്യത്താന് ഒരു ദിവസമായിട്ട് വന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പൊട്ടത്തലയും രുദ്രാക്ഷവും കുങ്കുമക്കുറിയും എല്ലാ കാറും കറക്റ്റാ. പ്രേതഭൂതങ്ങളൊക്കെ കൂട്ടിന് അല്ലേ? എനിക്കറിയാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടെന്താ ഒന്നും മിണ്ടാതെ ബ്ലിങ്കസ് നിക്കണേ? ഗായത്രി കുട്ടി കൊള്ളാം, എനിക്കിഷ്ടായി. സന്ധ്യക്കെത്തുന്ന ദീപനാളം പോലെ ഇഷ്ടായി. സമാധാനമായില്ലേ എല്ലാവർക്കും? പിരിയാം, പോയി കിടന്ന് ഉറങ്ങാ. ഉറങ്ങാനോ? ഇന്നുറക്കില്ല, ആരെയും ഉറക്കില്ല. എന്തായി പറയണ കുട്ടിയെ? ഒന്ന് ബോംബെന്ന് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ത്രില്ല്, പിന്നെ ആലത്തൂർ തെക്കേ മടത്തി വന്ന് കയറിയതിന്റെ ത്രില്ല്. രണ്ടും കൂടെ ആവുമ്പോ എങ്ങനെ ഉറങ്ങാൻ പറ്റാ? എവിടെ പീക്കിരികളോ? ആ കുട്ടിമാരെവിടെയെന്ന് അവരൊക്കെ എപ്പോഴും ഉറങ്ങി. അനന്തപ്രശ്നം ഉണത്തല്ലോ.